Welcome to Introduction to Networking course, Bits and Bytes of Networking. This is me, Dheeraj here. ഈ കോഴ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക്സ് ഓഫ് നെറ്റ്വർക്കിംഗ് ആദ്യം തുടക്കത്തിൽ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് നെറ്റ്വർക്ക് നോക്കും. പിന്നെ അത് എന്തിനാണെന്ന് ആവശ്യമുള്ളത് നോക്കും. അത് കഴിഞ്ഞിട്ട് നെറ്റ്വർക്ക് കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് റിക്വയർമെൻറ്റ്സ് ഫോർ നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ ഈ ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സ് ലൈക്ക് നമ്മുടെ മോഡേൺ ഡാറ്റാ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ നെറ്റ്വർക്കിംഗ് സൊല്യൂഷനെ ബേസ് ചെയ്തിട്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നോക്കും. അതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ OSI മോഡൽ, TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട്, അതായത് TCP/IP സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു സാധനം നോക്കും. ഈ OSI മോഡൽ ആൻഡ് TCP/IP സ്റ്റാക്ക് നമ്മൾ അടുത്ത ലെക്ചറിലാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഈ ലെക്ചറിൽ പറയുള്ളൂ. നെറ്റ്വർക്ക് എന്താണെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഈ നെറ്റ്വർക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇൻ്റർനെറ്റ് പറഞ്ഞു വെച്ചാൽ ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത് പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് ഒന്നിലധികമോ നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് എന്താണെന്നുള്ളതാണ്. ഓക്കെ, നെറ്റ്വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് കളക്ഷൻ ഓഫ് നോഡ്സ്. മറ്റേ ഇൻ്റർനെറ്റിൻ്റെ തന്നെ ഡെഫിനേഷനാണ്, പക്ഷെ വേറെ രീതിയിലാണല്ലോ. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് നോഡ്സ്. ഈ നോഡ് എന്താ? നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള എന്ത് സാധനം ആയിക്കോട്ടെ അതിനൊക്കെ പറയുന്ന പേരാണ് എന്ത്? നോഡ്. ഓക്കെ, ഇതൊക്കെ കണക്ട് ചെയ്ത് തരുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് ടൈപ്പ് ഡാറ്റ? എന്തോ ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയിരുന്നത്? നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, ഇനി ഈ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഈ ഫോർ എക്സാമ്പിൾ ഈ മോഡേൺ ആയിട്ടുള്ള ഡാറ്റ സെൻ്ററിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ നേരത്തെ അവർക്ക് കുറച്ച് പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ആ അങ്ങനത്തെ ടൈപ്പ് ഒരു നെറ്റ്വർക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റേ അവരുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് പെർഫോമൻസ് കൊടുക്കണം. ഓക്കെ, അങ്ങനത്തെ പെർഫോമൻസിൻ്റെ ഇതിൽ വരുന്നത് പറഞ്ഞു വെച്ചാൽ ഒന്ന് ഹൈ ബാൻഡ് വിഡ്ത്ത് വേണം, പിന്നെ ലേറ്റൻസി കുറവായിരിക്കണം, പിന്നെ യൂസേഴ്സിനൊക്കെ അവൈലബിൾ ആയിരിക്കണം. യൂസേഴ്സിന് അവൈലബിൾ ഇൻ ദ സെൻസ് ഓതറൈസ്ഡ് ആയിട്ട്, അതായത് ഇതിന് ആക്സസ് ഉള്ള യൂസേഴ്സിന് ഇത് അവൈലബിൾ ആയിരിക്കണം. അവരെപ്പോൾ നോക്കിയാലും അവർക്കത് കിട്ടാൻ പാകത്തിലുള്ള റിസോഴ്സസ് ആയിരിക്കണം. ഓക്കെ, പിന്നെ സ്കേലബിലിറ്റി എന്നുള്ളതാണ് അടുത്തത്. സ്കേലബിലിറ്റി പറഞ്ഞു വെച്ചാൽ കൺസിഡർ എ സ്റ്റാർട്ടപ്പ് 10 ആളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇൻ ഫ്യൂച്ചർ അവർ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കാൻവാസ് ചെയ്തെന്ന് വിചാരിക്കുക. കാൻവാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ ഇപ്പോൾ മൊത്തത്തിൽ ഒരു 100 ആളെ കൊള്ളാൻ പാകത്തിലുള്ള ഒരു ഓഫീസുണ്ട്. ഓക്കെ, അവർക്ക് നേരത്തെ 10 ആളുണ്ടായിരുന്നു, ഇപ്പോൾ 100 ആളെ കൊള്ളാൻ പാകത്തിലുള്ള ഒരു ഓഫീസിലേക്ക് മാറി. 10 കമ്പ്യൂട്ടേഴ്സ് അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇനി ബാക്കി 90 കമ്പ്യൂട്ടേഴ്സ് അവർ കണ്ടുപിടിക്കണം. 90 കമ്പ്യൂട്ടേഴ്സും ഐഡിയ നെറ്റ്വർക്കിൽ കണക്ട് നേരത്ത് അവർക്ക് നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ്, അതായത് ഹൈ ബാൻഡ് വിഡ്ത്ത്, ഈ ലോ ലേറ്റൻസി, ഈ പറയുന്ന സംഭവങ്ങളൊന്നും മാറാൻ പാടില്ല. ഈ അവൈലബിലിറ്റി ആയിക്കോട്ടെ, സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഈ സാധനങ്ങളൊന്നും മാറാൻ പാടില്ല. അവർക്ക് അതേ പെർഫെക്റ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റിന് മാച്ചബിൾ ആയിരിക്കണം. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചിട്ട് വേണം ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ. അതിനെയാണ് ഈ സ്കേലബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സെക്യൂരിറ്റി പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഈ നെറ്റ്വർക്കിലുള്ള റിസോഴ്സസ്, അതിൽ ഷെയർ ചെയ്യുന്ന ഡാറ്റ, അതൊന്നും വേറെ ആൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് ബേസിക്കായിട്ട് സെക്യൂരിറ്റി പറഞ്ഞതിൻ്റെ വരുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ പണികളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും അത്രയും ഈസി അല്ല. ഈസി അല്ല പറഞ്ഞാൽ ഒട്ടും ഈസി അല്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് പറഞ്ഞു വെച്ചാൽ എങ്ങനെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. എന്നാലും നമുക്ക് ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നെറ്റ്വർക്ക് കോമ്പണൻസ് എന്താണെന്ന് നോക്കിയാലാണ് നമുക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നെറ്റ്വർക്ക് കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെറ്റ്വർക്കിൽ 2 കാറ്റഗറി ഓഫ് കോമ്പണൻസ് ആണ് ഉള്ളത്. കാറ്റഗറീസ് പറഞ്ഞു വെച്ചാൽ ഒന്ന് എൻഡ് നോഡ്സും രണ്ടാമത്തത് ഇൻ്റർമീഡിയറ്റ് നോഡ്സും. എൻഡ് നോഡ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ 2 അറ്റത്ത് നിൽക്കുന്ന നോഡ്സ്, അതായത് ക്ലയൻറ്റും സെർവറും. ക്ലയൻറ്റ് സെർവറുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ 2 അറ്റത്ത് നിൽക്കുന്നത്. ക്ലയൻറ്റ് ഒരു ഡാറ്റ റിക്വസ്റ്റ് ചെയ്യും, സെർവർ സെർവ് ചെയ്യും. ക്ലയൻറ്റ് ആദ്യം റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഡിവൈസിൽ നിന്ന് സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ടല്ല, ഇൻ ദ സെൻസ് ക്ലയൻറ്റ് ഒരു ട്രാഫിക് സെൻഡ് ചെയ്യാൻ പാകത്തിനൊരു കണക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. അതായത് ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെബ് ബ്രൗസറിനൊക്കെ എന്തൊക്കെ തപ്പിയാലും അതൊക്കെ ഒരു പാക്കറ്റായിട്ടാണ് പോവുക. ആ പാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാഫിക്. നമ്മൾ എന്തൊക്കെ നെറ്റ്വർക്കിൽ ചെയ്തോ അതിനൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാഫിക്. ട്രാഫിക് ജനറേറ്റ് ആവുക എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഈ ഈ കണക്ഷൻ വരാൻ നേരത്ത് കണക്ഷൻ്റെ കാര്യം പറയാൻ നേരത്ത് ഈ ക്ലയൻറ്റോ അല്ലെങ്കിൽ ക്ലയൻറ്റിൽ നിന്നാണ് മറ്റേ റിക്വസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ക്ലയൻ്റ് ആണ് ഒരു സംഭവം ചോദിക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ നിന്നാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് റിക്വസ്റ്റാണ്. ക്ലയൻറ്റ് സെർവറിനോട് ഒരു സർവീസ് റിക്വസ്റ്റാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റിൻ്റെ അവിടെ പോയിട്ടാണ് ടെർമിനേറ്റ് ആവുക. റിക്വസ്റ്റ് ചെയ്യുന്ന ടെർമിനേറ്റ് ആവുന്നത് സെർവറിനാണ്. ഓക്കെ, ഇനി സെർവറിന് അതിൻ്റെ റെസ്പോൺസ് വരും. അതായത് സെർവർ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കും.
ആ കൊടുക്കണ ഉത്തരം ഉണ്ടല്ലോ, ആ കൊടുക്കണ ഉത്തരത്തിന്റെ സോഴ്സ് പറഞ്ഞു വെച്ചാൽ അതിന്റെ ഉറവിടം എന്ന് പറഞ്ഞു വെച്ചാൽ സെർവറാണ് അല്ലേ? റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർവറിന് മാത്രമേ പറ്റൂ. അപ്പൊ ഈ സെർവർ എന്ത് ചെയ്യും? അവിടുന്ന് കണക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ടെർമിനേറ്റ് ചെയ്യും. എവിടെ വന്നിട്ട്? ക്ലയന്റിൽ വന്നിട്ട് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ. ഈ രണ്ടറ്റത്ത് നിൽക്കുന്ന സാധനങ്ങളാണ് എന്ത് നോട്ട്സ് എന്ന് പറഞ്ഞു വെച്ചാൽ. ഇനി ഇന്റർമീഡിയറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കിടക്കുന്ന സാധനങ്ങളാണ്. ഏതിന്റെ രണ്ടിന്റെയും? ക്ലയന്റിന്റെയും സെർവറിന്റെയും. ഈ ക്ലയന്റിനും സെർവറും രണ്ടറ്റത്ത്, ഭൂമിയുടെ രണ്ടറ്റത്തിലുള്ള ഏത് സാധനങ്ങളാണെന്ന് ഇമാജിൻ ചെയ്യുക. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സ്വിച്ച് വേണം, എത്ര റൂട്ടർ വേണം, ഈ സംഭവങ്ങളൊക്കെ എത്ര എണ്ണം വേണം, ഹബ് എത്ര എണ്ണം വേണം. അപ്പോൾ ഇതൊക്കെ ഈ ഇന്റർമീഡിയറ്റ് നോട്ട്സ് ആണ്. അതിന് സ്വന്തമായിട്ട് റിക്വസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്യും? ക്ലയന്റോ അല്ലെങ്കിൽ സെർവറോ കൊടുത്ത റിക്വസ്റ്റിനെ അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു കൊടുക്കും. അത് സ്വന്തമായിട്ട് റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യില്ല. ഓക്കെ. ഇതെന്ത് ചെയ്യുക വെച്ചാൽ ഈ ഡിസിഷൻ മേക്കിംഗ്, എങ്ങനത്തെ ടൈപ്പ് ഡിസിഷൻ, ഇതിനെ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം എന്നുള്ളത്, ഡെസ്റ്റിനേഷൻ എവിടെയാണോ അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് റൂട്ട് ഏതാണെന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്തിട്ട് അത് മറ്റേ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യും. ഐ മീൻ റെസ്പോൺസ് ഫോർവേഡ് ചെയ്യും, ട്രാഫിക് ഫോർവേഡ് ചെയ്യും. അതാണ് എന്തിൻ്റെ ജോലി? ഈ ഇന്റർമീഡിയറ്റ് നോട്ട്സിന്റെ ജോലി. ഇനി അടുത്തത് ഫോമിങ് നെറ്റ്വർക്ക്. ഈ ഫോമിങ് നെറ്റ്വർക്കിൽ വരണ പറഞ്ഞു വെച്ചാൽ നമ്മൾ ആദ്യം ഒരു നെറ്റ്വർക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ നോട്ട്സിൽ എന്താ ഉണ്ടാവേണ്ടതെന്നുള്ളത് നോക്കണം. എൻ്റെ നോട്ട്സിന് ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ആവശ്യകത എന്നുള്ളത് ആദ്യം നോക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള നോക്കിയിട്ട് കാര്യമുള്ളൂ. എൻ്റെ നോട്ട്സിൽ അതിനുള്ള കേപ്പബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നെറ്റ്വർക്കിലേക്ക് എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ആദ്യം നമ്മളത് നോക്കണം. ഈ എൻ്റെ നോട്ട്സിൻ്റെ ആവശ്യകത പറഞ്ഞു വെച്ചാൽ ആദ്യം വേണ്ടത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, NIC എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അതൊരു ഹാർഡ്വെയർ ആണ്. ഈ പിക്ചറിൽ കാണാണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന സാധനമാണ് എന്ത്? നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഓക്കെ. അത് എന്ത് ചെയ്യുക വെച്ചാൽ അതൊരു കാർഡ് ഉണ്ടല്ലോ, ആ ഒരു ഹാർഡ്വെയർ ഉണ്ടല്ലോ, അതിന് മറ്റേ ഒന്നോ ഒന്നിലധികമോ നെറ്റ്വർക്ക് പോർട്സ് ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിലുണ്ടാവുന്ന ഈ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിലുള്ള കോമ്പണൻസ് എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു കൺട്രോളർ ഉണ്ടാവും. നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു സാധനം സെർച്ച് ചെയ്ത് വിചാരിക്കുക, ലാപ്ടോപ്പിൽ നിന്ന് ഞാനിപ്പോൾ google.com ബ്രൗസർ വഴി സെർച്ച് ചെയ്യും. ആ സെർച്ച് ചെയ്യാൻ നേരത്ത് നമുക്കിത് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം? വയറിൽ കൂടെ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പാകത്തിന്, അല്ലാന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ കേബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്യണം ആ ഡാറ്റനെ. ആ ഡാറ്റനെ പ്രോസസ് ചെയ്യുന്ന ടാസ്ക് ആരുടെയാണ്? ഈ കാണുന്ന ഈ കൺട്രോളറിൻ്റെ ആണ്. ഓക്കെ. മിനി CPU എന്ന് വേണമെങ്കിൽ പറയാം. പ്രോസസ്സിങ് ഡാറ്റയാണ് അതിൻ്റെ ടാസ്ക്. ഇനി അടുത്തത് ബൂട്ട് റോം. ബൂട്ട് റോം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ ഫേംവെയർ ഉണ്ടാവുമല്ലോ, ഈ സാധനത്തിൻ്റെ മറ്റേ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിൻ്റെ ഒരു ഫേംവെയർ ഉണ്ട്. അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളാണ്. അതിനാണ് പറയണത് ബൂട്ട് റോം. അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലോട്ടും ഉണ്ടാവും. ഓക്കെ. ഈ ഫേംവെയറിൽ എന്തൊക്കെ ആക്ഷൻസ് ഉണ്ടാവും? നെറ്റ്വർക്ക് ബൂട്ടിങ്ങോ അങ്ങനത്തെ ടൈപ്പ് ആക്ഷൻസ് ഒക്കെയാണ് എന്തിലുണ്ടാവുക? ഈ ബൂട്ട് റൂമിൽ ഉണ്ടാവുക. ഓക്കെ. ഇനി അടുത്തത് ഇന്റർഫേസ് പോർട്ട്. ഇന്റർഫേസ് പോർട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ കമ്പ്യൂട്ടർ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസ് ഉണ്ടല്ലോ, ആ സാധനത്തിനെ നമുക്ക് നെറ്റ്വർക്കിലേക്ക് ആക്സസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പോർട്ട് വേണം, എന്തെങ്കിലും ഒരു മീഡിയം വേണം. ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു RJ45 ജാക്കാണ് ഈ കാണുന്നത്. ഈതർനെറ്റ് കേബിളൊക്കെ കുത്താൻ പാകത്തുള്ളൊരു ജാക്കാണ് ഈ കാണുന്നത്. ഓക്കെ. ഇതാവാം ഒന്നെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വൈഫൈ ആവാം, വയർലെസ് ആയിട്ടുള്ള വൈഫൈ ആൻഡ് ഡാസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ടൈപ്പ് കണക്റ്റേഴ്സും ഉണ്ട്, അതും ആവാം. ഓക്കെ. ഇനി അടുത്തത് പറഞ്ഞു വെച്ചാൽ ബസ് ഇന്റർഫേസ്. അതായത് ഇതിനെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ പാകത്തുള്ള സാധനത്തിനെയാണ് എന്ത് പറയുക? ബസ് ഇന്റർഫേസ് എന്ന്. ഓക്കെ. ഈ കാണുന്ന കോപ്പർ പിൻസ് കാണാനല്ലോ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്, അതാണ് മദർ ബോർഡിലേക്ക് എടുത്തിട്ട് നമ്മൾ കുത്തുക. ആ സാധനത്തിനാണ് എന്തെന്ന് പറയുക? ബസ് ഇന്റർഫേസ് എന്ന് പറയുക. ഈ കാണുന്നത്. ഓക്കെ. ഇനി അടുത്തത് വേണ്ടതല്ല, കമ്പൽസറി അല്ല, പക്ഷേ ഉള്ളത് നല്ലതാണ്. LED ഇൻഡിക്കേറ്റേഴ്സ്. അതിൻ്റെ ഫംഗ്ഷനിങ്ങും അതിൻ്റെ സ്റ്റാറ്റസൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞു വെച്ചാൽ നമ്മൾ CPU ക്യാബിനറ്റിലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ബ്രാക്കറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പ്ലാസ്റ്റിക്കോ മെറ്റലാണ് യൂഷ്വലി ഉണ്ടാവാറ്. അതെന്താ വെച്ചാൽ അത് സ്റ്റേബിളായിട്ട് അവിടെ മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റേഴ്സൊക്കെ കുത്താൻ നേരത്തും അതൊന്നും ഇളകാണ്ടിരിക്കാനും അങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനത്തിൻ്റെ ബ്രാക്കറ്റ് എന്ന് പറയുന്ന സാധനം വരുന്നത്. ഓക്കെ. ഇനി അതിന് വേറെ പർപ്പസും കൂടി ഉണ്ട്. കാർഡ് പക്കയായിട്ട് ഇരിക്കാൻ വേണം. ഏത്? NIC കാർഡ് പെർഫെക്റ്റ് ആയിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? സെക്യൂർ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? ബ്രാക്കറ്റ് എന്ന് പറയുന്ന സാധനം അവിടെ കൊടുക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞു വെച്ചാൽ നമ്മൾ കേബിൾ പ്ലഗ് ചെയ്തു, സ്വിച്ചിലേക്കൊക്കെ കണക്ട് ചെയ്തു. സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്കിലേക്ക് കണക്ട് ആയി. പക്ഷെ ഇനി എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കും? അതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക രീതിയിൽ ഒരു
പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം. അതായത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരു കൊറിയൻ വന്നിരുന്നെന്ന് വിചാരിക്കുക. അയാൾക്ക് മലയാളം അറിയില്ല. കൊറിയൻ ലാംഗ്വേജസ് മാത്രമേ അറിയുള്ളൂ. എനിക്കാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് അയാളോട് സംസാരിക്കാൻ പറ്റില്ല, അയാൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റില്ല. അയാൾക്ക് തമ്മിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരേ ലാംഗ്വേജ് വേണം. ഒരു കോമൺ ആയിട്ടുള്ളൊരു സംഭവം വേണം. എന്നാലാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതേപോലെ 2 കമ്പ്യൂട്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അതിന് 2 ആളും കോമൺ ആയിട്ടുള്ള ഒരു ഭാഷ സംസാരിക്കണം. കോമൺ ആയിട്ടുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ. അപ്പം അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു രീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഡിഫൈൻ ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, ഈ പ്രോട്ടോകോൾസ് എന്ത് വെച്ചാൽ, ഈ പ്രോട്ടോകോൾസിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. എങ്ങനെയാണ് ഈ സെഷൻ സെറ്റപ്പ് ചെയ്യണത്, സ്റ്റാർട്ട് ചെയ്യണത്, പിന്നെ എങ്ങനെയാണ് ഇത് എൻഡ് ചെയ്യണത്, പിന്നെ മെസ്സേജിൻ്റെ ഫോർമാറ്റ് എന്താണ്, ഇതിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന മെസ്സേജിൻ്റെ ഫോർമാറ്റ് എന്താണ്, പിന്നെ എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞു വെച്ചാൽ. ഓക്കെ, ഇനി ഇതിന് ഓരോ പല പല പ്രോട്ടോകോൾസ് ആണ് നമുക്കിപ്പോൾ എക്സിസ്റ്റൻസിൽ. അതിൽ ഓരോ പ്രോട്ടോകോളും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിറങ്ങുന്നത്. പക്ഷേ എല്ലാം നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല, അത് കുറേ ഉണ്ട്. ഓക്കെ, ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടോകോൾസ്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടോകോൾസ് അവിടെ വർക്കിംഗ് ആണോ, അങ്ങനെ ഒരു കോമ്പിനേഷനെ പറയുന്നതാണ് എന്ത്, പ്രോട്ടോകോൾ സ്യൂട്ട്. അങ്ങനെ കുറേ പ്രോട്ടോകോൾ സ്യൂട്ട്സ് എക്സിസ്റ്റൻസിലുണ്ട്. ഓക്കെ, പല പല കോമ്പിനേഷൻ ഓഫ് പ്രോട്ടോകോൾസ് വെച്ചിട്ട് ഇതിൽ നമ്മൾ മെയിനായിട്ടുള്ള 1-2 പ്രോട്ടോകോൾ സ്യൂട്ട്സ് നമ്മൾ അടുത്ത ലെക്ചറിൽ നമ്മൾ കവർ ചെയ്യും. നമ്മൾ മെയിനായിട്ടുള്ള പ്രോട്ടോകോൾ സ്യൂട്ട്സ് എന്ന് പറയുന്ന നേരത്ത് ഇപ്പോൾ നെറ്റ്വർക്കിങ്ങിൽ യൂസ് ചെയ്യണ കുറച്ച് പ്രോട്ടോകോൾ സ്യൂട്ട്സ്. ഓക്കെ, ഇനി ഈ സാധനത്തിലുണ്ടല്ലോ, ഇറ്റ്സ് എ ഹെവി ടാസ്ക് ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ, ഇത്രയും ഹെവി ടാസ്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനെ മാനേജബിൾ ആക്കണം. അതായത് വലിയൊരു സംഭവത്തിനെ നമ്മൾ എടുത്തിട്ട് പീസ് ആക്കണം. അങ്ങനെ നമ്മളൊരു നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും പീസ് ആക്കിയിട്ട് ഉള്ള സാധനത്തിൻ്റെ പറയുന്നതാണ് ഓരോ ലെയർന്ന്. ലെയർ ബൈ ലെയർ ആയിട്ട് പീസ് ആക്കിയിടും. ഇൻ കേസ് ഇപ്പോൾ അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ വറീസ്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നതാണ്. സോ യാ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ് ടുഡേ. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ ധീരജ് സൈനിങ് ഔട്ട്.